പത്രത്തിൽ ഇത് പ്രധാനമന്ത്രിയുടെ ചിത്രത്തോടുകൂടി മറ്റാരുടെയും ചിത്രമില്ലോട്ടോ, പിണറായി വിജയന്റെ ഒന്നുമില്ല, വികസിത ഭാരത് 2047 ഭാഗമായിട്ടുള്ള പദ്ധതി എന്ന് പറയുന്നു. കേന്ദ്ര സർക്കാർ ഇതുവരെ 1 രൂപ പോലും ചെലവഴിക്കാത്ത പദ്ധതിയാണ്. സംസ്ഥാന സർക്കാർ 5600 കോടി ആണ് ഒന്നാം ഘട്ടത്തിൽ ചെലവഴിക്കേണ്ടത്. അതിൽ നല്ലൊരു തുക ചെലവഴിച്ചു കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ല. ഈ ക്യാപെക്സ് ഫണ്ടും അതുപോലെ തന്നെ VGF-ഉം രണ്ടും വായ്പയായി നൽകിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ മറ്റ് യാതൊരു സഹായവും എന്ന് മാത്രമല്ല, ഈ രാജ്യത്ത് ആകെ ഇതുവരെയുള്ള ചരിത്രത്തിൽ 71 വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിംഗ് ഉള്ള പദ്ധതികളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ 70-ലും 1 രൂപ പോലും വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൊടുത്തിട്ട് തിരികെ വാങ്ങിയിട്ടില്ല. 71ാമത്തെ പദ്ധതി, അതായത് ഇന്ത്യ ചരിത്രത്തിൽ VGF കൊടുത്തിട്ട് പലിശ സഹിതം തിരിച്ചു വാങ്ങിയിട്ടുള്ള ചരിത്രത്തിലെ ഒരേ ഒരു പദ്ധതി വിഴിഞ്ഞം പദ്ധതിയാണ് എന്നിരിക്കെ 1 രൂപ പോലും ചെലവഴിക്കാത്ത കേന്ദ്ര സർക്കാർ ഇതിൽ ഞങ്ങളുടേതാണെന്ന് അഭിമാനം കൊള്ളുന്നതിൽ വല്ല കാര്യമുണ്ടോ? അഭിലാഷ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ പദ്ധതി ആദ്യം ഇതിൻ്റെ ചർച്ച ആരംഭിക്കുന്ന ശ്രീ MP രാഘവൻ സംസ്ഥാന തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്ത സമയത്താണല്ലോ. അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. അപ്പോൾ അതിനുശേഷം, അത് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുൻപാണ്. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതുവരെ എന്താ ഈ പദ്ധതിക്ക് ജീവൻ വയ്ക്കാത്തത്? നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായം കിട്ടിയില്ലെങ്കിൽ കേരളം UDF, കേന്ദ്രം UPA ഭരിച്ചിരുന്നപ്പോൾ LDF-ഉം UDF-ഉം കൂടി ഒരുമിച്ച് ചേർന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ പിന്തുണച്ചു. CPM-ഉം കോൺഗ്രസും കൂടി, ഒന്നാം മൻമോഹൻ സിംഗ് സർക്കാർ. അന്നും ഈ പദ്ധതി കടലാസിലുണ്ടായിരുന്നല്ലോ. എന്തേ നടക്കാത്തത്? 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യവ്യാപകമായി ഇത്തരത്തിലുള്ള പദ്ധതികൾ, അത് പോർട്ടുകളായിക്കോട്ടെ, എയർപോർട്ടുകളായിക്കോട്ടെ, മറ്റ് വികസന കേന്ദ്രങ്ങളായിക്കോട്ടെ, അതൊക്കെ ആരംഭിക്കുവാൻ വേണ്ടി എടുത്ത തീരുമാനം, സംസ്ഥാനം ഭരിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടനയ്ക്കും വികസനത്തിനും ഗുണപരമായ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആ പോളിസിയുടെ ഭാഗമായിട്ടല്ലേ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ എല്ലാ തടസ്സങ്ങളും മാറ്റിയത്? ആ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി VGF അനുവദിച്ചത്. അതിനു മുൻപ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ദുബായ് പോർട്ടിൻ്റെ ആൾക്കാരുടെയൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് ഇവിടെ മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകളിലെ തീരുമാനമെടുക്കേണ്ട അധികാരികൾ ദുബായ് പോർട്ടിൻ്റെ അധികൃതർ എറിഞ്ഞു കൊടുക്കുന്ന കാശ് വാങ്ങിച്ചുകൊണ്ട് ഈ പദ്ധതിയെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമല്ലേ ഈ എല്ലാ തടസ്സങ്ങളും മാറിയത്? അതുകൊണ്ടല്ലേ ഇന്ന് ഈ പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്നത്? അതുകൊണ്ടല്ലേ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ പേര് പട്ടികയിൽ വന്നപ്പോഴേക്കും ആ പേര് കൂടി ഉൾപ്പെടുത്തിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തേണ്ടി വരുന്നത്? നിങ്ങൾക്ക് ഈ അനിൽകുമാറിന് എനിക്ക് തോന്നുന്നു ഈ VGF ഒന്നും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മനഃപൂർവ്വം തന്നെ അദ്ദേഹം മനസ്സിലായിട്ടില്ല. അവിടെയുള്ള കാതലായ പ്രശ്നം, ഇത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ്. അത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം. പക്ഷേ എന്റെ ചോദ്യം ഇവിടെ ശ്രീ രാജേഷ്, ഈ രാജ്യത്ത് ഇതുവരെയുള്ള 71 VGF പദ്ധതികളിൽ 70-ലും VGF ഫണ്ട് എന്ന് പറയുന്നത് ഫണ്ടായിരുന്നു, അത് ഗ്രാൻഡ് ആയിരുന്നു. ഇവിടെ കേരളത്തിന് മാത്രമാണ്. നമ്മുടെ തൊട്ടപ്പുറത്തെ തമിഴ്നാട്ടിലെ തുറമുഖ നിർമ്മാണത്തിന് കൊടുത്ത VGF തിരിച്ചടക്കേണ്ട തമിഴ്നാട്. ഇവിടെ ഈ VGF പലിശ സഹിതം തിരിച്ചടക്കണം. കേന്ദ്ര സർക്കാർ 1 രൂപ പോലും ചെലവഴിക്കാത്തതല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് ഇതിന് അനുമതി കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് VGF പോലും തിരികെ അടക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അല്ല, എന്റെ ചോദ്യത്തിന്റെ ആദ്യത്തെ പാർട്ടിന് ആദ്യം ഉത്തരം കിട്ടണം. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഒരു സഹായവും ഇല്ലെങ്കിൽ 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് എന്തേ ഈ പദ്ധതി 1 ഇഞ്ച് മുന്നോട്ട് പോകാത്തത്? അതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന MP രാഘവനല്ലേ ഈ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം വന്ന LDF-ൻ്റെയോ UDF-ൻ്റെയോ ഗവൺമെൻറ്, കേന്ദ്രത്തിൽ വന്ന ഒരു സർക്കാരുകൾക്കും 1 ഇഞ്ച് പോലും ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതെന്ത്? അപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം ആ ഗവൺമെൻറ്റിൻ്റെ ദേശീയ ജനാധിപത്യ സഖ്യ ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗവൺമെൻറ് പോളിസിയുടെ ഭാഗമായിട്ടാണ് ഈ പദ്ധതിക്കുണ്ടായിരുന്ന എല്ലാ തടസ്സവും മാറ്റിയത്. അന്ന് ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടിയാണോ പിന്നീട് പിണറായി വിജയനോ, അതൊന്നും ഞങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അവിടെ നിന്നാണല്ലേ പദ്ധതിക്ക് ജീവൻ വെച്ചത്. അതിനുശേഷം വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൊടുത്തു. പിന്നെ മറ്റൊന്ന്, ഓരോ പദ്ധതി അനുവദിക്കുമ്പോഴും ആ പദ്ധതികളുമായി ചർച്ച ചെയ്തിട്ടുള്ള ഓരോ നിയമങ്ങൾ, ഓരോ കരാറുകൾ സ്വീകരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടി തയ്യാറായപ്പോഴല്ലേ കേന്ദ്രം സഹായിച്ചത്. കേന്ദ്രം സഹായിക്കായിരുന്നെങ്കിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ
ഈ അനിൽകുമാർ കിടന്നിട്ട് കേന്ദ്രത്തിന്റെ ഒരു സഹായവുമില്ല അവിടെ പിരിക്കാൻ വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിൽകുമാറെ എന്നാൽ എന്തേ നിങ്ങൾ പിന്തുണ കൊടുത്ത മൻമോഹൻ സിംഗ് സർക്കാർ അധികാരത്തിൽ നിന്നപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിച്ചില്ല? അല്ല ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴേക്കും എന്തേ നടപ്പിലാക്കാൻ സാധിച്ചില്ല? വരികയാണ് എന്ന വാദം മാറ്റി നിർത്തിയാൽ ഇത് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും രണ്ട് ഘടകങ്ങൾക്കും ഇതിനോടകം തന്നെ അതായത് കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? നല്ലതുപോലെ GST വരുമാനം നടത്തിക്കോളാൻ പറ. ശരി, നല്ല വരുമാനം ഇപ്പൊ തന്നെ കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നല്ല വരുമാനം സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് GST ഇനത്തിൽ. ആ കാര്യം മറന്നു വരുന്നത്. ഞാൻ അങ്ങേലേക്ക് വരാം. ഇവിടെ ശ്രീ അതെ അല്ല നല്ല അപ്പോ പ്രത്യേകിച്ച് പിരിക്കണ്ട എന്ന് പറയാണ്. അതായത് കേന്ദ്രം പൈസ മുടക്കിയില്ലെങ്കിലും കേന്ദ്രത്തിനും കൂടിയാണ് ഇതിന്റെ വരുമാന വിഹിതം കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ.